നോക്കൂ, നിങ്ങൾ ഈ മരത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ മുടികൾ എങ്ങനെയാണ് വളരുന്നത്? തല തണുപ്പോടെ സൂക്ഷിച്ചാൽ മുടി കൊഴിയില്ല. നമ്മുടെ കൈകളോ ശരീരമോ ചിലപ്പോൾ നിർബന്ധിതമായി പ്രവർത്തിക്കാൻ തുടങ്ങാം. അത് അതിരുവിട്ടാൽ ആളുകൾ അതിനെ രോഗമെന്ന് വിളിക്കും, അല്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ സ്വഭാവമാണെന്ന് പറയും. അപ്പോൾ സ്വഭാവം എന്നത് ഒരു ലഘുവായ രോഗമാണ്. അത് കൂടുതൽ രൂക്ഷമാകുമ്പോൾ ആളുകൾ പറയും അയാൾക്ക് ഭ്രാന്താണെന്ന്, അല്ലേ? അപ്പോൾ ഇതേ കാര്യം മനസ്സിൽ സംഭവിക്കുമ്പോൾ ആളുകൾ അത് സാധാരണമാണെന്ന് കരുതുന്നു. അത് സാധാരണമല്ല. മനസ്സ് നിർബന്ധ ബുദ്ധിയിലേക്ക് മാറിയിരിക്കുന്നു. നിർബന്ധിതമായി ചിന്തകളും വികാരങ്ങളും സംഭവിക്കുന്നു. ആളുകൾ പറയും ഇതാണ് എൻ്റെ സ്വഭാവം, ഞാനിങ്ങനെയാണ്. ഇത് നിങ്ങളുടെ യഥാർത്ഥ രൂപമല്ല, നിങ്ങൾ ഇങ്ങനെയായി തീർന്നതാണ് യാദൃശ്ചികമായി. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാവുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് യാദൃശ്ചികമായി രൂപപ്പെട്ട വ്യക്തിയാകാം, അല്ലെങ്കിൽ ബോധപൂർവം രൂപപ്പെട്ട വ്യക്തിയാകാം.